നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. മതം വിട്ടതിന് ശേഷം തനിക്ക് എല്ലാ വഴികളിലൂടെയും സുഖവും സമാധാനവും ലഭിക്കുന്നുണ്ട്. താനൊരു മതവിശ്വാസിയായിരുന്നെങ്കിൽ ഇത്രയും സുഖവും സമാധാനവും ലഭിക്കില്ലായിരുന്നു എന്ന് ജസ്ലാം ആടശ്ശേരിയുടെ ഒരു പോസ്റ്റ് കണ്ടു. ജസ്ലാം ആടശ്ശേരി നമുക്കറിയാമായിരിക്കും. MIT മൂസ എന്ന ടെലിവിഷൻ സീരിയലിൽ അവരുണ്ടായിരുന്നു. അതിനുശേഷം KSUവിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. മതത്തെ അവഹേളിക്കുന്ന ചില പ്രസ്താവനകൾ ഉണ്ടായതിൻ്റെ പേരിൽ സംഘടന അവരെ അതിൽ നിന്നും പുറത്താക്കിയായിരുന്നു. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ജസ്ലാം ആടശ്ശേരി. നമുക്കറിയാവുന്നതുപോലെ ഈ സമയത്ത് മതരഹിതമാകുന്ന, അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ ജനിച്ച് മതരഹിതം എന്ന് പറഞ്ഞ് മതത്തെ അവഹേളിച്ച് മതത്തിനെതിരെ പ്രസ്താവനകൾ നടത്തി പുറത്തു പോകുന്ന ആളുകൾക്ക് സോഷ്യൽ മീഡിയ അതുപോലെയുള്ള ചാനൽ കൊടുക്കുന്ന ഒരു പബ്ലിസിറ്റി അവർക്ക് ആവശ്യത്തിലധികം കിട്ടിയിട്ടുണ്ട്. അവരത് ആസ്വദിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയ സത്യം. പ്രത്യേകിച്ചും അവർക്ക് നമുക്കറിയാവുന്നതുപോലെ ഇത്തരം ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ സ്ഥലമാണ് ബിഗ് ബോസ്. അതിലവർ പങ്കെടുത്തിട്ടുണ്ട്. അതിനെ തുടർന്ന് നമ്മൾ ആ ബിഗ് ബോസിൻ്റെ ചരിത്രവും ഒക്കെ എടുത്താൽ ഇത്തരം മതത്തെ അവഹേളിച്ച് കടന്നു പോകുന്നവർക്ക് അവർ കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം വളരെ വലുത് ആണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ജസ്ലാം ആടശ്ശേരിയോട് എനിക്ക് പറയാനുള്ളത്, ഒരാളുടെ സുഖവും സന്തോഷവും ഒക്കെ ഡിപ്പെൻഡാണ്. ചില ആൾക്കാർക്ക് വഴിയിൽ മൂത്രമൊഴിക്കുമ്പോഴായിരിക്കും സുഖം. ചില ആളുകൾക്ക് ടോയ്ലറ്റിൽ കയറി എന്തെങ്കിലും വൃത്തികേടുകൾ എഴുതി വെക്കുമ്പോഴാണ് സുഖം. ചില ലൈംഗികപരമായ കമൻറ്റുകൾ എഴുതി വെക്കുമ്പോഴാണ് സുഖം. കർണാടകയിലെ ചില കൊള്ളസംഘങ്ങളെപ്പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവർ പാതിരാത്രി വീടുകളിൽ പാഞ്ഞു കയറും, അവിടെ കൊള്ളയടിക്കും. സ്ത്രീകളും പുരുഷന്മാരും ആ സംഘത്തിലുണ്ടാവും. അവർ ആ വീട്ടിലെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യും, എന്നിട്ട് കഴുത്തറുത്ത് കൊല്ലും. ബലാത്സംഗം ചെയ്യുകയും കഴുത്തറുത്ത് കൊല്ലുമ്പോൾ ആ ഇരകളുടെ വെയിൻ കട്ടാകുമ്പോൾ അവിടുന്ന് സ് എന്ന് പറയുന്ന ഒരു സൗണ്ട് വരും. നമ്മൾ ആട്ടിനെയും പശുവിനെയൊക്കെ മറുക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പച്ചയായ മനുഷ്യരെ കഴുത്തറുക്കുമ്പോൾ അവിടെ നിന്ന് സ് എന്ന് വരുന്ന സൗണ്ട് കേൾക്കുന്നത് ചിലർക്ക് ഇഷ്ടമാണ്. അങ്ങനെ അത് അവർക്ക് സുഖമാണ്. അങ്ങനെ സുഖങ്ങളും ഇഷ്ടങ്ങളും പലതരത്തിലുണ്ട്. അതിൽ ഏത് സുഖമാണ് ജസ്ലാം ആടശ്ശേരി ഉദ്ദേശിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ ബ്രേസിയറും പാൻറ്റിയുമൊക്കെ അണിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പിക്ചറും റീൽസുമൊക്കെ ഇടുക എന്ന ഒരു സുഖമായിരിക്കാം കിട്ടുന്നത്. എങ്കിൽ നിങ്ങൾ ആസ്വദിക്കുക എന്ന് തന്നെയാണ് പറയാറുള്ളത്. പക്ഷേ അത് അല്ലാ സുഖം എന്ന് കരുതുന്ന ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. ഈ ലോകത്ത് പല ഭാഗങ്ങളിലായി ജീവിച്ചിരിക്കുന്നുണ്ട്. അവർക്കിത്തരം സുഖങ്ങളോട് താല്പര്യമില്ല ഒരു ലിമിറ്റിൽ. കാരണം ഈ ഭൂമിയിലെ ജീവിതം ശാശ്വതമല്ല എന്ന് കരുതുകയും ചില ലിമിറ്റേഷൻസുകൾ ഇവിടെ ആവശ്യമാണ് എന്ന് കരുതുകയും, അത് വസ്ത്രധാരണത്തിലായാലും ആഹാരത്തിലാക്കി ആയാലും ആ ലിമിറ്റുകൾ ഇവിടെ തുടരേണ്ടത് ആവശ്യമാണെന്നും പരലോകത്ത് അതിനൊക്കെ പ്രതിഫലം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഇവിടെയുണ്ട്. അവരുടെ സുഖം വ്യത്യസ്തമാണ്. അത് സോഷ്യൽ മീഡിയയിൽ ബ്രേസിയറും ജെട്ടിയും ഇട്ട് വീഡിയോ ഇട്ട് അപ്ലോഡ് ചെയ്യുന്നതിലല്ല, മറിച്ച് സൃഷ്ടികർത്താവായ ദൈവത്തിൻ്റെ ഇച്ഛകൾക്കനുസരിച്ച് ജീവിക്കുന്നതിലാണ് എന്നൊരു യാഥാർത്ഥ്യം ജസ്ലാം ആടശ്ശേരി മനസ്സിലാക്കണമെന്നാണ് പറയാറുള്ളത്. നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് തുടരാം. കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇഷ്ടങ്ങൾ അത് സമൂഹത്തിൻ്റെ മറ്റുള്ളവർക്ക് ബാധ്യതയാകുന്നില്ല, മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ തുടരാം. പക്ഷേ ഞാനത് പറഞ്ഞുകൊള്ളട്ടെ, ഇതിനേക്കാളും വലിയ ഗ്ലാമറും സൗന്ദര്യവും ഉണ്ടായിരുന്ന ആളുകൾ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്, ചരിത്രത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഒരുപാട് സിനിമാ നടികൾ, മാദക നടിമാർ അവരുടെ ശരീര വടിവിനാലൊക്കെ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ സിനിമാ രംഗങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നിട്ടുണ്ട്. അവരൊക്കെയും ഒരു കാലചക്രത്തിൻ്റെ കറക്കത്തിൽ ഏജ്ഡ് ആകുമ്പോൾ, വയസ്സാകുമ്പോൾ ശരീരമൊക്കെ ചുക്കിച്ചുളിഞ്ഞ് മുടിയൊക്കെ നരച്ച് മുടിയൊക്കെ കൊഴിഞ്ഞ് വിസ്മൃതിയിലേക്ക് ആണ്ടുപോയിട്ടുമുണ്ട്. അവരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചരിത്രം ആവർത്തിക്കുക തന്നെ ചെയ്യും. ജസ്ലാം ആടശ്ശേരിയോട് പോലെയുള്ള ആളുകളോട് ഇപ്പോൾ നവനാസികരായി മതം വിട്ട് യൂട്യൂബിലും അല്ലെങ്കിൽ റീൽസുമൊക്കെ എടുത്ത് നടക്കുന്ന ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ചരിത്രവും കാലചക്രവും ആവർത്തിക്കുക തന്നെ ചെയ്യും. നമ്മുടെ സൗന്ദര്യവും എല്ലാം നശിച്ച് തന്നെ പോകും. നമ്മുടെ മുടികൾ നരയ്ക്കും, ശരീരം ചുക്കിച്ചുളിയും. അപ്പോൾ ഈ റീൽസൊക്കെ ഇടുമ്പോൾ കൊള്ളാം, അടിപൊളി, സെക്സി എന്നൊക്കെ കമൻറ്റ് ചെയ്യുന്ന ആരും ഉണ്ടാകില്ല. ചരിത്രം നമ്മളെ അങ്ങനെ തന്നെ കൊണ്ടെത്തിക്കും. കാലഘട്ടങ്ങൾ നമ്മളെ അങ്ങനെ തന്നെ കൊണ്ടെത്തിക്കും. നമ്മുടെ ആരോഗ്യം ക്ഷയിക്കും, നമ്മുടെ സൗന്ദര്യം ക്ഷയിക്കും, ശരീരം ക്ഷയിക്കും. നമ്മൾ സൃഷ്ടികർത്താവായ ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകേണ്ടി തന്നെ ചെയ്യേണ്ടി വരും. അപ്പോഴൊക്കെ ഇതിനൊക്കെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടാകും എന്ന ഒരു വിലയിരുത്തൽ നല്ലതാണ്. എന്തായാലും ജസ്ലാം ആടശ്ശേരിയുടെ ഇഷ്ടങ്ങളൊക്കെ തന്നെ ജസ്ലാം ആടശ്ശേരിക്ക് ഇത്തരം വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ എൻജോയ് ചെയ്യാനും അതുപോലെ സന്തോഷിക്കാനും എല്ലായിടങ്ങളിൽ നിന്നും സുഖം കിട്ടാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ പെടുത്തുക. ജയ് ഹിന്ദ്.